പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കർത്താവിൻ്റെ തിരുസന്നിധിയിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ടെങ്കിലും ഒരു നക്ഷത്രത്തിന് പോലും മറ്റൊരു നക്ഷത്രത്തിൻ്റെ ശോഭയില്ല. ഇതുപോലെ കോടാനുകോടി മനുഷ്യരിവിടെ വന്നു പിറന്നു മരിച്ചുപോയി. ഇന്ന് 740 കോടിയിലേറെ മനുഷ്യരുണ്ട്. ഒരു മനുഷ്യനെപ്പോലെ മറ്റൊരു മനുഷ്യനില്ല എന്ന തിരിച്ചറിവാണ് ക്രിസ്തീയതയുടെ മൂല്യത. ഈ മൂല്യത തിരിച്ചറിഞ്ഞ സിസ്റ്റർ മേരി ലിൻഡ ജോസഫ് ആലപ്പുഴ രൂപതയുടെ കീഴിലെ റെയിൽവേ സ്റ്റേഷനടുത്ത് ഉള്ള സാന്ത്വന എന്ന സ്ഥാപനത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുതൽ അവിടെ താമസിപ്പിച്ച് നടത്തുന്ന ഈ ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. കരുണയോടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ, മാതൃസ്നേഹത്തിൻ്റെ നന്മയാൽ അനേകർക്ക് കരുതലാകുന്നവർ. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. സുവിശേഷം ജീവിതമാകുന്നവർ. ഇത് ആലപ്പുഴ രൂപതയുടെ കീഴിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സ്വാന്തോൻ എന്ന സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, വിസിറ്റേഷൻ സഭാംഗമായ സിസ്റ്റർ ലിൻഡ ജോസഫ്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പരിചരിച്ച് ക്രിയാത്മകമായ പരിശീലനം വഴി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആനയിക്കുന്ന ഒരു സ്ഥാപനം. മാതൃസ്നേഹത്തിൻ്റെ ചൂട് നൽകി 110ഓളം കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് ഇവരോടൊപ്പം ജീവിക്കുന്ന ലിൻഡ സിസ്റ്റർ ഈ സ്ഥാപനത്തെക്കുറിച്ചും തൻ്റെ മഹനീയമായ ദൈവവിളിയെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. സിസ്റ്റർ, ഷാലോം ടി വിയിലെ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാം സിസ്റ്റർ കണ്ടിട്ടുണ്ടാവുമല്ലോ? കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് ഷാലോം പ്രേക്ഷകർക്ക് സിസ്റ്ററിലൂടെയാണ് ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിനെ ആസ്വദിക്കാനും അനുഭവിക്കുവാനും ഫലം പുറപ്പെടുവിക്കാനും ഇടയാകേണ്ടത്. സിസ്റ്ററിനെ കണ്ടുമുട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഇങ്ങനെ ഇത്രയും എൻ്റെ റിട്ടയറായ പിള്ളേരെ നോക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രചോദനമുണ്ടായതും അതിനു മുൻപ് സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷവും എന്തൊക്കെയായിരുന്നു എന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? എൻ്റെ കുടുംബം, ഞാൻ മനക്കോടം ഇടവകയിൽ പള്ളിയുടെ തൊട്ടരികിലാണ് എൻ്റെ വീട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 5 പേരടങ്ങുന്നതാണ് കുടുംബം. ഞാൻ അവരുടെ ആദ്യത്തെ മോളാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചനെയാണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മച്ചിയെ ഇഷ്ടമല്ലെന്നല്ല, അപ്പച്ചനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, അപ്പച്ചൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പച്ചൻ ജോസഫ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും ഒരു നീതിമാനായ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മോളായിട്ട് ജനിക്കാൻ തന്നെ എനിക്ക് ദൈവം അനുവദിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരിയേറെ സ്നേഹിച്ച് വളർത്തിയ ഒരു മോള്. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ ഒരു മദർ തെരേസയുടെ ജീവചരിത്രം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മേടിച്ചു തന്നിരുന്നു. അങ്ങനെ മദർ തെരേസയെക്കുറിച്ച് എനിക്കറിയാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പീറ്റർ ചേനപ്പറമ്പിൽ പിതാവിൻ്റെ അയൽവാസിയാണ് ഞാൻ. അപ്പോൾ പീറ്റർ പിതാവ് ആരെയും അറിയിക്കാതെ ഒരു ദിവസം മദർ തെരേസയെ കൊണ്ടുവന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് കാറ് നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഓടിച്ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ കാണാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മ പീറ്റർ പിതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, പീറ്ററച്ച ഇവളെപ്പോഴും അമ്മയുടെ ജീവചരിത്രം വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിതാവ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതോടെ അമ്മ എന്നെ ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ നെറ്റിക്കൊരു ചുംബനം തന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായത്. ഈ മക്കളോടത്തൊക്കെ ജീവിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിച്ചത് അതുകൊണ്ടാണ്. അതെ അതെ, മദർ തെരേസയുടെ ഒരു നോട്ടം, അതൊരു വല്ലാത്തൊരു നോട്ടമാണ്. നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടിരിക്കുന്ന, പക്ഷെ അതൊരു വല്ലാത്തൊരു നോട്ടമായിരുന്നു. അപ്പം മദർ തെരേസയുടെ പിന്നെ കോൺഗ്രിഗേഷനിൽ ചേരാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ 10 വർഷം കഴിഞ്ഞേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ VP ജോസഫ് അച്ഛൻ്റെ ആദ്യത്തെ മിനിസ്ട്രി ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ അച്ഛൻ അവിടെ കൊച്ചച്ഛനായിട്ട് വന്നു. അച്ഛൻ പറഞ്ഞു, മദർ തെരേസയുടെ കോൺവെന്റിൽ ചേർന്നാലല്ലേ 10 വർഷം കഴിഞ്ഞ് വരാൻ. ഇത് എൻ്റെ ചേച്ചിയുള്ള ആലപ്പുഴ രൂപതയിലെ സഭയിൽ ഞാൻ ചേർത്ത് തരാം. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും പോയി
മോളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഞാൻ വിസിറ്റേഷൻ കോൺവെൻറ്റിലേക്ക് വന്നത്. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നെ വിസിറ്റേഷൻ സഭയാണ് എല്ലാം പഠിപ്പിക്കുകയും ഇത്രയേറെ വളർത്തിയതും. അങ്ങനെ നമ്മുടെ പീറ്റർ ചേനപ്പറമ്പിൽ പിതാവിൻ്റെ അയൽവാസിയായ എനിക്ക് നമ്മുടെ സ്റ്റീഫൻ പിതാവാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 2007 ഇത് തുടങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിവിടെ സന്തോഷമായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ഈശോ അനുവദിച്ചു. ഞങ്ങളിവിടെ വന്നപ്പോഴേ തന്നെ പിള്ളേരൊക്കെ പോയി കാണാനിടയായിരുന്നേ. ഇവിടുത്തെ ഈ സ്ഥാപനം മുഴുവനും നോക്കി കണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സിസ്റ്ററിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അതിമനോഹരമായ ഇടപെടൽ. പല ദൈവവിളികളും രൂപപ്പെടുന്നത് യാദൃശ്ചികമെന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. പിതാവിന്റെ കഴുതയെ അന്വേഷിച്ചു പോയ പാർട്ടി ആദ്യത്തെ രാജാവായി മാറി സാമുവേൽ. അതുപോലെ തന്നെ ജെറമ്യായാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ എന്നെ തിരഞ്ഞെടുത്ത് വന്ന്. അതൊക്കെ റിയലൈസ് ചെയ്യുന്ന പിന്നീടാണ്. നമ്മുടെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യസ്ഥം ഡെവലപ്പ് ചെയ്യാൻ മദർ തെരേസയുടെ ഒരു ചുംബനത്തിലൂടെ ഇടയായി. തീർച്ചയായിട്ടും നമുക്ക് അതിനുശേഷം സിസ്റ്റർ ഇതിന് എങ്ങനെ ഈ ട്രെയിനിങ് ഒക്കെ കിട്ടിയത് എങ്ങനെയൊക്കെയാണെന്ന് കൂടെ പറയാമോ? അത് ഞാൻ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. സെൻറ്റ് മൈക്കിൾസിലാണ് എൻ്റെ PDC പഠിച്ചത്. സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് എൻ്റെ മദർ ഫിലോമിന അമ്മ എന്നെ B.Ed വിട്ടു. നോർമൽ B.Ed ആണ് ആദ്യമേ എടുത്തത്. അത് കഴിഞ്ഞ് ഈ കൊച്ചുങ്ങളോട് എനിക്കൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമാണോ, ആർക്കാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ആദ്യമേ കൈപൊക്കിയത്. അപ്പം അത് കഴിഞ്ഞ് ഇവരുടെ കോഴ്സ് ചെയ്ത്, ഞാൻ തിരുവനന്തപുരത്താണ് ഇവരുടെ കോഴ്സ് ചെയ്തത്. അന്ന് പിന്നെ അത് കഴിഞ്ഞ് പിതാവാണ് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു. ഞങ്ങൾ തുടങ്ങാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങൾ ഇപ്പോൾ സ്നേഹഭവൻ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഞങ്ങളുടെ മദർ പണി ചെയ്ത ഒരു ഭവനമാണത്. അതിപ്പോൾ മെൻ്റലി ഇൽനെസ് ഉള്ളവരെ നോക്കുന്നു. എൻ്റെ കോൺഗ്രിഗേഷൻ സ്റ്റീഫൻ പിതാവ് പറഞ്ഞു ലിൻഡയെ ഇവിടെ വേണം. അപ്പോൾ അതൊക്കെ ഈശോയുടെ ഒരു വഴികളാണ്. അപ്പോൾ നമ്മുടെ ഈ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ എനിക്കറിയാം ആലപ്പുഴ ഡയസിൽ ആരംഭിച്ചു. ഇപ്പോൾ ഒരു പൊന്തിഫിക്കൽ ഇതായി സഭയിലാകമാനം വളർന്നു നിൽക്കുന്ന ഒരു പടവൃക്ഷമായിട്ടുണ്ട്. അപ്പോൾ ധാരാളം ചാൻസുകൾ സിസ്റ്റർ ഉണ്ടാകാമായിരുന്നു. എന്നാലും സിസ്റ്റർ ഇത് തന്നെ തിരഞ്ഞെടുക്കാൻ ഇടയായത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയൊരു ഇടപെടലാണ്. അതെ, ശരിക്കും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുമൊത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒത്തിരിയേറെ കളങ്കമുള്ള സ്നേഹമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവരുടെ സ്നേഹം എന്ന് പറയുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ്. അവർ നമ്മളെ കറയില്ലാതെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള സ്നേഹത്തിൽ പോലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്കച്ചായനെ എന്നേക്കാളേറെ അറിയാൻ പറ്റുമായിരിക്കും. അതെ. പക്ഷെ ഇത് അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ഒരു ലാഭമോ നഷ്ടമോ അങ്ങനെ ഒന്നും അറിയില്ല. നിഷ്കളങ്കമായ ഒരു രീതിയിലാണ് അവർ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കൊരു ആഗ്രഹമാണ് എപ്പോഴും. 15 വർഷമായിട്ടും നമ്മൾ നല്ല ചുറുചുറുക്കോടെ ഇരിക്കുന്ന അതുകൊണ്ടാണ്. അതെ, ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും നമുക്ക് എപ്പോഴും ഒരു എനർജിയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ. ആർദ്രമായ മാതൃസ്നേഹം. ഒരു സന്യാസിനിയുടെ ജീവിതാന്തസ്സിൽ നിന്നുകൊണ്ട് തന്നെ അനേകം മക്കൾക്ക് അമ്മയാകുന്ന മാതൃഹൃദയം. 110ഓളം കുഞ്ഞുങ്ങൾക്ക് തണലൊരുക്കുന്ന ഒരു സ്നേഹകൂടാരം. അധ്യാപികയായും അമ്മയായും ലിൻഡ സിസ്റ്റർ ഇവർക്ക് ഇവിടെ സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കുന്നു. കുട്ടികളോടൊത്ത് കളിച്ചും ചിരിച്ചും ഇവർ ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാമായി മാറുന്നു. അതെ, സന്യാസത്തെ കുഞ്ഞുങ്ങളോടൊപ്പം ആസ്വദിക്കുന്ന മഹനീയ ചിത്രം. സിസ്റ്ററിന്റെ ഈ ഭവനം എന്നല്ലേ പറയാനൊക്കത്തുള്ളൂ. ഈ ഭവനത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് പറയാമോ, എന്തൊക്കെയാണെന്ന്? ഇത് 2007 തുടങ്ങിയത്. ആലപ്പുഴ രൂപത ഒരു ഫീസും മേടിക്കാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. സ്റ്റീഫൻ പിതാവാണ് ഇത് തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് 24 കുട്ടികളെ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് 110 പിള്ളേരുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് തുടങ്ങും, 4 മണിക്ക് അവസാനിക്കും. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അക്കാഡമിക്കലായിട്ട് അവരെ വളർത്തുന്നതോടൊപ്പം കായികമായിട്ടും കലാപരമായിട്ടും നമ്മുടെ കൊച്ചുങ്ങൾ നല്ല മിടുക്കന്മാരാണ്. അപ്പോൾ ഈ ഫീസിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം എല്ലാം രൂപതയാണ് ചെയ്യുന്നത്. പിന്നെ വർഷത്തിലൊരിക്കലാണ് നമുക്കൊരു ചെറിയൊരു ഗ്രാൻഡ് കിട്ടുന്നത്. അതൊന്നും ആകില്ല.
അപ്പോൾ എല്ലാ ചെലവുകളും രൂപത വഹിക്കുന്നതുകൊണ്ട് നമുക്ക് എന്നാലും എത്രയേറെ അവരെ വളർത്താൻ പറ്റുമോ അത്രയേറെ സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ രൂപത. പബ്ലിക്കിൽ നിന്നുള്ള സൗകര്യം പബ്ലിക്കിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടത്തില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു ചെറിയൊരു ഫുഡ് കിട്ടുക അല്ലെ ഒരു ഡൊണേഷൻ കിട്ടുകയോ ചെയ്യുന്നത് നമുക്ക് നടത്താൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഇപ്പൊ സാലറി തന്നെ ഒരു 1.5 ലക്ഷം ആകും ഞങ്ങളുടെ സ്റ്റാഫിനുള്ള സാലറി. പിന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്ന ഒരു 10-60 പേര് ഇവിടെ നിൽക്കുന്നവരുണ്ട്. പിന്നെ മറ്റു ഡേ സ്കോളേഴ്സും. അപ്പോൾ അവർക്കുള്ള എല്ലാം ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ഒരു നൂൺ മീല് നമുക്ക് തരുന്നതേ ഉള്ളൂ. അത് വർക്കിംഗ് ഡേയ്സിൽ മാത്രം. പിന്നെ ബാക്കിയുള്ള എല്ലാ ചെലവുകളും രൂപത തന്നെയാണ് വഹിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. ടീച്ചേഴ്സ് നമുക്ക് ഒരു 10 ടീച്ചേഴ്സ് ഉണ്ട്, ബാക്കി നോൺ ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 10-20-21 സ്റ്റാഫ് നമുക്കുണ്ട്. അവരെല്ലാവരും കൂടെ പരിശ്രമിച്ചാണ് നമ്മുടെ സ്കൂളിനെ ഇത്രയും മനോഹരമാക്കി കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഫെർണാണ്ടസ് അച്ഛനാണ്. ഇപ്പൊ പിതാവ് നമ്മുടെ ആനപ്പറമ്പിൽ പിതാവാണെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞെന്ന ജീവനാണ് പിതാവിന്. അങ്ങനെ ഒരു കുറവും ഇല്ലാതെ അവരെ ഇതുവരെ നോക്കിക്കൊണ്ടുവരുന്നു. പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ദിവസം കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി കളിയും ചിരിയും നിറയുന്ന വേളകൾ, പഠനവും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളും. ഈ അധ്യാപികമാരും കുട്ടികളും ഒത്തുചേർന്നുള്ള ചിരികളികളും ഉല്ലാസവും ആലപ്പുഴ നഗരത്തിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം നിറച്ച് ഈ സ്ഥാപനം ഇവിടെ നിലകൊള്ളുന്നു. അനേകർക്ക് തണലൊരുക്കി. എത്രയോ വർഷങ്ങളായി ഇപ്പോൾ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആരംഭം എന്ന് പറയാവുന്നത് മദർ തെരേസയുടെ ഒരു ചുംബനം, അതിലൂടെ മദറിലുണ്ടായിരുന്ന കൃപ കുറേയൊക്കെ നമ്മളിലേക്കും വർഷിക്കപ്പെട്ടു എന്നാണ് സിസ്റ്റർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിസ്റ്റർ ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സമാധാനവും സ്നേഹവും തോന്നിയിട്ടുള്ള 1-2 ഇൻസിഡൻസ് പറയാമോ? എനിക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് അണക്കരയിൽ പോയത് എൻ്റെ ഒരു ഭയങ്കര സിവിയറായ ഓട്ടിസ്റ്റിക് ചൈൽഡിന് വേണ്ടിയായിരുന്നു. അതായത് എൻ്റെ ആൻറ്റിയുടെ വീട് ഈ മരിയൻ സെൻ്ററിൻ്റെ തൊട്ടടുത്താണ്. അമ്മയ്ക്ക് ആകെ ഒരു അനിയത്തിയേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഞാൻ അവിടെ പോകാറില്ല. കാരണം ബസ് എന്ന് എഴുതിയാൽ ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയേറെ ദൂരെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എങ്കിലും ഒരു ഡോക്ടറാണ് ഈ കുഞ്ഞിൻ്റെ ഓട്ടിസം ചിൽഡ്രനെ നമ്മുടെ ഡൊമിനിക്കച്ചൻ തൊട്ട് കഴിഞ്ഞാൽ സുഖപ്പെടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്നോട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഏത് നരകത്തിൽ പോകേണ്ടി വന്നാലും എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പോകുമെന്ന് പറഞ്ഞാണ് ഒന്നും വകവയ്ക്കാതെ എൻ്റെ വൊമിറ്റിങ് ഒന്നും ഇല്ലാതെ ഞാൻ അങ്ങ് പോയത്. പോയി കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്നൊരാഗ്രഹം. കാരണം ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റി, അവനെ ഇനി വീണ്ടും അവൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു സമയം പോലും ഇരുത്തിയില്ല. അവൻ്റെ അമ്മയെ കടിക്കുകയും അടിക്കുകയും. ഞാനൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നില്ല. ഒരു ആദ്യ ശനിയാഴ്ച ഞാൻ അവിടെ പോകുന്നത്. എനിക്കൊരു സമയം പോലും ഇരിക്കാൻ. എന്നിട്ട് എൻ്റെ ഉടുപ്പെല്ലാം കണ്ണീര് കൊണ്ട് കുതിർന്നു ഈ കൊച്ചിൻ്റെ ഈ അസ്വസ്ഥത കാരണം. ഞങ്ങളെ അമ്മയെ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ഉപദ്രവിക്കുന്നത് ശരിക്കും പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് 3 പ്രാവശ്യം ഞങ്ങൾ പോയി കുട്ടിയെ കൊണ്ട്. എന്ത് വ്യത്യാസമാണ് വന്നതെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിൽ വന്ന മാറ്റം. അപ്പോൾ അങ്ങനെ ഇരിക്കെ അച്ഛനെ ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഇവിടെ വന്നു കയറി. അന്ന് എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവദൂതനെ പോലെയാണ് ഡൊമിനിക് വളംനാൽ അച്ഛൻ. അച്ഛൻ നമ്മുടെ ഭവനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ ഒഴുകുമായിരുന്നു കണ്ണീര്. എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട്. കുഞ്ഞുങ്ങള് അത്രയേറെ സന്തോഷത്തില് നമ്മുടെ അച്ഛൻ വന്നു കയറി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന അനുഭവമാണത്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഒരു സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ചിത്ര ചേച്ചി ഞാനും കൂടെ ഒരു ഭയങ്കര ഒരു ആത്മബന്ധമാണ്. ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ഞാൻ പാട്ട് പാടും. എൻ്റെ അപ്പച്ചനും പള്ളിയിലെ പാട്ടുകാരനാണ്. 68 വർഷം എൻ്റെ അപ്പൻ പള്ളിയിൽ പാടിയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളൊരു തലമുറയായിട്ട് ഇച്ചിരി പാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചേച്ചി ഇവിടെ 2008 ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നത്. അത്രയേറെ ആത്മബന്ധമുള്ള ഒരു എന്താ പറയണേ, അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നു കയറുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, കുഞ്ഞും മരിച്ചുപോയി. ഇപ്പൊ 2008 ചേച്ചി ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി സന്തോഷങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ സ്പോർട്സിനൊക്കെ
ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ രൂപത ഒരു 5 പൈസ പോലും ഫീസ് വാങ്ങാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇത് സ്റ്റീഫൻ പിതാവാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ പിതാവ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ വളർച്ചയിൽ എത്തിക്കുമ്പോൾ അവർ ഇങ്ങനെ സ്പോർട്സിനൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു കുഞ്ഞ് ജാർഖണ്ഡിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, പക്ഷെ അവന് ഫ്ലൈറ്റിൽ കയറാൻ ഒരു അവസരം ഉണ്ടായത് നമുക്കൊരു സന്തോഷമല്ലേ. ആ കുഞ്ഞിനെയും കൊണ്ട് ഫ്ലൈറ്റിന് പോകാനായിട്ട് അവനെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സമ്മാനം കിട്ടിയോ? അതാ ഇപ്പൊ ഇനി സെലക്ഷൻ ഉണ്ടാകും. 2023 സെലക്ഷൻ കിട്ടിയാൽ ജർമ്മനിക്ക് പോകേണ്ട കുട്ടിയാണ്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമുക്കൊരു കോച്ച് പോലും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ഇത്രയേറെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ സന്തോഷത്തോടൊപ്പം ചില ദുഃഖങ്ങളും നമുക്കുണ്ടാകില്ല. നല്ല ജീവിതം. 1-2 കാര്യങ്ങൾ പറയാമോ? അതായത് ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാല്, എൻ്റെ ഒരു കുഞ്ഞ്, ഞാൻ 7 വർഷം എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ ഒരു കുഞ്ഞ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും. അവള് കുർബാനയ്ക്ക് പോയാലോ അവളെ എടുത്തുകൊണ്ടാണ് ഞാൻ കുർബാന കൂടിയിരുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിയൻ ഞാൻ അവളുടെ നടത്തി, അതും എടുത്തുകൊണ്ട് നിന്നാണ്. അപ്പൊ അത്രയേറെ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ വെയിറ്റേ ഉള്ളൂ. പക്ഷെ അവൾക്കൊരു 10-13 വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ. ഈ കഴിഞ്ഞ കൊറോണ സമയത്താണ്. കൊറോണ വന്നൊന്നും അല്ല അവൾ മരിച്ചത്. പക്ഷെ അത് എനിക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ മാതൃത്വത്തിന്റെ ശരിക്കും പറഞ്ഞ സന്യാസിയാണ്. പക്ഷെ ഒരു അമ്മ ഒരു കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വേർപാടിൽ എത്രയേറെ വേദനിക്കുമെന്ന് ഞാൻ അനുഭവിച്ച ഒരു സമയമാണത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. പിന്നെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്താ പറയണേ, ഒത്തിരിയേറെ ഉന്നതിയില് സ്നേഹത്തില് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാതാപിതാക്കളുടെ ഒരു അറിവില്ലായ്മ ഉണ്ട്. അത്രേ എനിക്ക് പറയാനൊക്കെ ഉള്ളു. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മുടെ സ്നേഹത്തെ, ആ കുഞ്ഞുങ്ങളെ നമ്മൾ എത്രയേറെ സ്നേഹിച്ച് വളർത്തിയെന്ന് അറിയാതെ പോകുന്നല്ലോ എന്നുള്ള ഒരു ദുഃഖം നമുക്കുണ്ട്. പിന്നെ ഓരോ അച്ഛൻ്റെ അമ്മയുടെയും ചോയ്സ് അല്ലേ എവിടെ അവരുടെ മക്കൾ വളരണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് ഏറ്റേറെ ദുഃഖിച്ചിട്ടുള്ളത്. പിന്നെ കൂടുതൽ എൻ്റെ സന്യാസം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു സന്തോഷ പ്രകൃതമാണ്. എന്നെ കാണുന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഈ കൊച്ചുങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതമാണ്. അത് യഥാർത്ഥത്തിൽ തിരിച്ച് സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കൊടുക്കുന്നതിന്റെ ആനന്ദം. അതെ അതെ, ശരിക്കും ശരിക്കും നമ്മൾ എത്ര കൂടുതൽ അവർ കൂടുതൽ സ്നേഹിച്ചാൽ കൂടുതൽ വിഷമിപ്പിക്കുന്നവരാ. നിഷ്കളങ്കതയുള്ള സ്നേഹമാണ്. അവരുടെ കൂടെ ജീവിക്കാൻ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ അങ്ങനെയാണ്. ഈശോ എന്നോട് ചെയ്ത ഏറ്റവും വലിയ കരുണയെന്നാണ് എൻ്റെ ദൈവവിളിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് മാക്സിമം 5-6 മക്കളെ മാത്രമേ എത്ര മക്കളാണ് എനിക്ക്? 110 മക്കളാണ്. അപ്പൊ അങ്ങനെ ആ മക്കളെ സ്നേഹിക്കാനും അവരെ കൊണ്ടുനടക്കാനും ഒക്കെ കർത്താവ് തന്നില്ല. തന്നെയല്ല അവരുടെ കാല് മരവിച്ചാൽ തന്നെ എത്ര എണ്ണമാണ് പൊക്കാൻ വരുന്നത് നമ്മള്. അപ്പോ എപ്പോഴും പറയും സിസ്റ്ററാൻറ്റി, അപ്പൊ ഞാൻ പറയും, പൈസ ആകുമ്പോ എന്നെ നോക്കുവാടാ നിങ്ങളെന്ന് ചോദിക്കുമ്പോ പറയും, സിസ്റ്ററാൻറ്റി ഞങ്ങളൊരു കട്ടില് മേടിക്കും, ഒരു കാറ് മേടിക്കും, സിസ്റ്ററാൻറ്റി പൊന്നു പോലെയാണ് നോക്കാൻ പോണെന്നാണ് പറയണത്. അതുപോലെയാണ് അവർക്ക് എന്ത് കിട്ടിയാലും നമുക്കുള്ളതാണ്. അത്ര സന്തോഷമാണ് അവർക്ക്. ഇവിടുത്തെ പരിശീലനത്തിനു ശേഷം വളരെ മിടുക്കരായി മാറിയ അനേകം കുട്ടികളെക്കുറിച്ച് സിസ്റ്റർ ഞങ്ങളോട് പങ്കുവച്ചു. ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു ശുശ്രൂഷ. ആലപ്പുഴ രൂപതയുടെ തണലിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഈ പ്രേക്ഷിത ശുശ്രൂഷയുടെ മഹത്വം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച് സിസ്റ്റർ ഇവിടെ ഈ മക്കൾക്ക് എല്ലാമായി മാറുന്നു. സിസ്റ്റർ, ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ ഈ കുട്ടികളാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഉണ്ണീശോയുടെ കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഉണ്ണീശോ അത്രമാത്രം ഇവരിലൊക്കെ ജനിച്ചത് എങ്ങനെയാണെന്ന് പറയാമോ? അതായത് ഞാനിവിടെ വരുന്നതിന് മുന്നേ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. മധ്യപ്രദേശിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ആയപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പുതിയ മിഷൻ പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭാഷയില്ല, അധികം കൂട്ടുകാരില്ല, ആൾക്കാരില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ കുറച്ച് നാൾ, ഒരു 3-4 മാസം ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ 1-2 ഉണ്ണീശോയുടെ രൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉണ്ണീശോ എടുത്ത് ഒരു ഉണ്ണീശോ എൻ്റെ മുറിയിലും വെച്ച്, ഒരെണ്ണത്തിന് ഓഫീസ് റൂമിലൊക്കെ വെച്ച്.
അപ്പം ഞാൻ ഈ ഉണ്ണീശോ സങ്കടപ്പെടുന്ന അവസ്ഥകളിൽ ഞാൻ ആരോട് ഷെയർ ചെയ്യാൻ പോയില്ല എൻ്റെ സങ്കടങ്ങൾ. ഞാൻ ഉണ്ണീശോ എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ കരയുമായിരുന്നു. എൻ്റെ കണ്ണീര് കൊണ്ട് ഉണ്ണീശോ കുതിർന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ അപ്പോഴൊക്കെ ഉണ്ണീശോ മാത്രമായിരുന്നു എനിക്കൊരു ആശ്രയം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം പിന്നെ ഈ സ്കൂളൊക്കെ അടച്ച് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, രണ്ടും എക്സ്ട്രീമാണ്. അങ്ങനെ ഒരു ഭയങ്കര കൊടും ചൂടുള്ള ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് 12:30 ഉച്ച 12 മണിയാണ്, ആരും അവിടെ ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെ വരുമ്പോൾ ഒരു ഗ്രോട്ടോ ഉണ്ട് ആ പള്ളിയുടെ മുറ്റത്ത്, അവിടെ മാതാവ് മാത്രമാണ് ഇങ്ങനെ കൈകൂപ്പിയിരിക്കണം. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഉണ്ണീശോ ഇങ്ങനെ ചാടി താഴെ വീണ് ഇങ്ങനെ ഓടി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് എടവപ്പള്ളിയാണ് തൊട്ടരികിൽ നിൽക്കുന്നത്, അങ്ങോട്ട് ഓടിപ്പോയി. പക്ഷെ പള്ളിവാതിൽ അടഞ്ഞു കിടക്കുക. അന്ന് മുതൽ ഞാൻ ശരിക്കും മനസ്സിലാക്കി ഉണ്ണീശോ ശരിക്കും ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാണേലും ഞാൻ ആദ്യമായിട്ട് 2007 എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് കണ്ട ഉണ്ണീശോയുടെ മുഖം ഞാൻ എവിടെയും നമ്മൾ കടയിൽ പോയാൽ കിട്ടത്തില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ഉണ്ണീശോയെ ഞങ്ങളിങ്ങനെ സ്നേഹിച്ച് ഇപ്പോഴും ജീവനോടെയാണ് ഇരിക്കുന്നത്. രാത്രിയാകുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ണീശോയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കിടക്കാൻ പോകുന്നത്, രാവിലെയും അത് തന്നെ. പക്ഷേ ഇവിടെ എത്ര ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, ഹൈ ഫിറ്റ്സ് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, എന്തെല്ലാം രോഗികളുണ്ടെങ്കിലും ഈ 15 വർഷം ഞാനിവിടെ ജീവിച്ചിട്ട് ഒരു രാത്രി ഞാൻ ഈ പരിസരത്തുള്ള എല്ലാ ഓട്ടക്കാരുടെയും നമ്പർ മേടിച്ചു വെക്കും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമില്ല ഇവിടെ. അപ്പം എന്തെങ്കിലും ഒന്ന് വന്നാൽ രാത്രി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ മേടിച്ച്. പക്ഷെ ഇതുവരെ എനിക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഉണ്ണീശോ ഞങ്ങളുടെ കൂടെ ലൈവാണ്. എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ നടക്കാതെ നടന്നിട്ടുണ്ടെന്നറിയാമോ? മനോരമ പത്രത്തിൽ വരെ വന്നിട്ടുണ്ട്. ഒരു 4 വശവും തളർന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുക്കണ്ടെന്ന് വരെ പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന അച്ഛൻ. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കുഞ്ഞിനെ എടുത്തെന്ന്. പക്ഷെ ആ കുഞ്ഞിപ്പോൾ നല്ല മിടുക്കനായിട്ട് നടക്കും. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് പറയാനാണേ ദൈവപരിപാലന മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ വരവ് ചെലവുകളുടെ കാര്യത്തിലേ ദൈവത്തിന്റെ പരിപാലന അനുഭവപ്പെട്ട എന്തെങ്കിലും സംഭവം പറയാനുണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാ പോലും ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നോട്ട് നിരോധനത്തിന്റെ സമയം വന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആഴ്ചയിലോ അങ്ങനെ 2000 രൂപ മാത്രം വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. അന്ന് ഇങ്ങനെ എനിക്ക് കടയിൽ പോകാൻ പൈസയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ആ സമയത്തൊക്കെ ഇവിടെ പിള്ളേരുണ്ടല്ലോ, കടയിൽ പോകാൻ പൈസയില്ല. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോൾ കായംകുളത്തെങ്ങാണ്ടുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അയാൾ ഇങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടന്ന്, അയാൾ ഈ കൺസ്ട്രക്ഷൻ്റെ എന്തോ വർക്കുള്ള മനുഷ്യനാണ്. അയാൾക്ക് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒത്തിരി ചിലവുള്ളതാണ്. പക്ഷേ ഈ 2000 രൂപ എടുത്തോണ്ട് ഈ മനുഷ്യൻ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് ഇങ്ങനൂടെ പോകുമ്പോൾ ഞാനിവിടെ ഉണ്ണീശോയുടെ മുന്നേ എന്ന് പറയാം, എൻ്റെ ഉണ്ണീശോയെ എന്ത് ചെയ്യും, കടയിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശില്ലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് വന്നിട്ട് അയാൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ ഇവിടെ തിരക്കി പിടിച്ച് നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ബോർഡ് കണ്ട് അങ്ങനെ കയറി വന്ന് അയാൾ എനിക്ക് 2000 രൂപ തന്നിട്ട് ഞാൻ കരഞ്ഞു പോയി ഉണ്ണീശോയുടെ മുന്നിൽ നിന്ന് ഈ പൈസ എടുത്തിട്ടേ. അപ്പോൾ അത്രയേറെ ദൈവപരിപാലന നിറഞ്ഞൊരു സ്ഥലമാണിത്. ഒരു നിമിഷം പോലും ഉണ്ണീശോയെ ഓർത്ത് നന്ദി പറയാത്ത നിമിഷങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥനയുടെ ശക്തി ഈ ശുശ്രൂഷയെ അനുദിനം നയിക്കുന്നു. ക്രൂശിതന്റെ സ്നേഹം ഇവർ പ്രഘോഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഹൃദയം നൽകുന്ന അമ്മയുടെ വാത്സല്യത്തിന്റെ ചിത്രം, സന്യാസത്തെ മനോഹരമാക്കുന്ന ജീവിത ചിത്രങ്ങൾ. ഈ ഭവനത്തിൽ ഇത്രയും മക്കളുടെ അമ്മയായി കഴിയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് ശരിക്കും സന്തോഷമാണ്. സന്യാസം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. മറ്റുള്ളവരൊക്കെ പറയൂ പെട്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാം. പക്ഷെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ പെട്ടുപോയതാണെന്ന്. ഞാൻ എപ്പോഴും ഈശോയോട് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ നന്ദി പറയുകയാണ് ചെയ്യണം. അപ്പം യഥാർത്ഥത്തില് മനക്കോടം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒരു മേരി എന്ന പെൺകുട്ടി ഇന്ന് വളർന്ന മേരി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. മേരി ലിൻഡ എന്ന് പറഞ്ഞാല് ലിൻഡ എന്ന് പറഞ്ഞാലേ അറിയൂ. ശരിയാണ്, പേര് മേരി തന്നെയാണ്. അപ്പൊ അങ്ങനെ വളർന്നു വന്ന കുട്ടി ഇപ്പോഴേ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ഈ തണൽ മരങ്ങളിലെ ഇത്രമാത്രം പേർക്ക് തണൽ നൽകുന്ന സിസ്റ്ററോട് കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ആലപ്പുഴയുടെ ഈ തീരത്തോട് ചേർന്ന് സ്നേഹത്തിൻ്റെ സാന്ത്വനക്കാറ്റ്. സാന്ത്വൻ, ഈ പേരുപോലെ ഇവിടം അനേകർക്ക് സ്വാന്തനമേകുന്നു. അനേകം മക്കൾക്ക് അമ്മയായി ഈ സന്യാസിനിയും. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്, അനേകർക്ക് തണലാകുന്ന ജീവിത മരങ്ങൾ.